പഠിക്കാൻ പ്രായമൊരു പ്രശ്നമായി തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഇനി പ്രായം മറന്ന് SSLC+2 നേടിയെടുക്കാം. അതും വെറും 6 മാസം കൊണ്ട്. ലോകത്തിൽ എവിടെയിരുന്നും ഓൺലൈനായി പഠിക്കാൻ ബാസ് സ്റ്റഡി സെന്റർ അവസരമൊരുക്കിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NUS ഏപ്രിൽ 24 സാർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ കുട്ടികൾക്കൊക്കെ വൻ വിജയം നേടിയതിന്റെ സന്തോഷത്തിലായിരുന്നു മക്കൾ ഇത്രയും കാലം. ഞാൻ നിങ്ങളെ മറന്നതല്ല, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ കുറച്ച് വർക്ക് തന്നിട്ടാണ് ഞാൻ പോയത്. സോ അതിന്റെ ഭാഗമായിട്ട് ഇന്നത്തെ അപ്ഡേറ്റ് നമ്മൾ ഒക്ടോബറിന്റെ 2024 TMA എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. TMA ഞാൻ ഓൾറെഡി എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഏകദേശം പറഞ്ഞു. അപ്പോൾ അതിനെ കുറിച്ചിട്ടല്ല പറയുന്നത്. TMA നിങ്ങളൊക്കെ എഴുതി വെച്ചു, ഇനി ഇത് എങ്ങനെ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഒരു ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. സോ ഇതേപോലെ നിങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. NUS ഒക്ടോബർ 2024 രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ അസൈൻമെന്റ് ഒക്കെ ചെയ്യുന്ന കുട്ടികൾ, ഇനി എക്സാം ഫീ അടക്കം പോകുന്ന കുട്ടികൾ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ ട്യൂഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ട്യൂഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. നമ്മുടെ ബാസിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ക്ലാസ്സുകളും റെഗുലർ ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലൈവായിട്ടും റെക്കോർഡായിട്ടൊക്കെ കൊടുക്കും. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാം ഓറിയന്റഡ് കണ്ടന്റിന് മാത്രമാണ്. ഒബ്ജക്റ്റീവ് ബാങ്കും സബ്ജക്റ്റീവ് ബാങ്കും നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം വന്ന ആ ഒരു അപ്ഡേറ്റഡ് സിലബസിലാണ് ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഫുൾ സെക്ഷൻസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്കായിരിക്കും ഒബ്വിയസ്ലി റിവിഷൻ അല്ലെങ്കിൽ ക്രാഷിലോട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കോട് കൂടി വിജയിക്കാൻ പറ്റും. അതല്ലാതെ ക്രാഷിലൊക്കെ നമുക്ക് വൻ വിജയം ഉണ്ടായിരിക്കും. പക്ഷേ 90-95% മാർക്കോട് കൂടി വിജയിക്കണം. ഓരോ ഇൻഡിവിജ്വൽ പേപ്പറിലും നല്ല മാർക്കോട് വിജയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സയൻസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, കൊമേഴ്സിൽ പഠിക്കുന്ന കുട്ടികൾ, അതുപോലെ ഹ്യൂമാനിറ്റീസ് കുട്ടികളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഫുൾ ക്ലാസ് ട്യൂഷന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ ആ ക്ലാസ്സുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഒക്ടോബർ 2024 TMA ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞ അസൈൻമെന്റ് എങ്ങനെ എഴുതണം, അതിന്റെ ഒരു ഫോർമാറ്റ് ഒക്കെ പറഞ്ഞു. അതിന്റെ എല്ലാ അസൈൻമെന്റ്സും ഞാൻ കൊടുത്തു. ഓക്കെ, സോ അതൊക്കെ നമ്മുടെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. സോ ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. ഏപ്രിൽ 2024 ഒരു കുട്ടി നമുക്ക് ചെയ്തൊരു അസൈൻമെന്റ് ആണ്. സോ ഈ അസൈൻമെന്റ് നോക്കൂ. ഇപ്പൊ എന്നോട് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്, സാറേ ഈ ബോർഡർ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കളർഫുൾ ആക്കാൻ പറ്റുമോ എന്നുള്ളത്. കളർഫുൾ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല മക്കളെ, സിമ്പിൾ ആയിട്ട് കൊടുത്താൽ മതി. അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു വൃത്തിയായിട്ട് തോന്നാത്ത, നിങ്ങൾ അത്രയും അടിപൊളിയായിട്ട് ചെയ്യുമ്പോൾ അത് ഭയങ്കര കളർഫുൾ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ ആയിട്ട് അസൈൻമെന്റ് എന്ന് കൊടുക്കുക. ഫസ്റ്റ് പേജിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അസൈൻമെന്റ് എന്ന് കൊടുക്കുക. അസൈൻമെന്റ് കൊടുത്തതിന് താഴത്ത് നിങ്ങൾക്ക് ഏതാണെന്നുള്ള സബ്ജക്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തൊക്കെ കുഴപ്പമൊന്നുമില്ല. അതിന്റെ താഴെ ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. എൻറോൾമെന്റ് നമ്പർ എത്ര, നിങ്ങളുടെ ID കാർഡ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടോ, ID കാർഡിന്റെ മുകളിൽ 09 അല്ലെങ്കിൽ M0 അങ്ങനെ ഒരു എൻറോൾമെന്റ് നമ്പർ നിങ്ങൾക്ക് ഉണ്ടാവും. സോ ആ എൻറോൾമെന്റ് നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എഴുതി കൊടുക്കുക. ടൈപ്പ് ചെയ്യില്ല, എഴുതി കൊടുക്കുക. അതിന്റെ താഴെ നിങ്ങളുടെ നെയിം, നിങ്ങളുടെ പേര്, ഫുൾ നെയിം എന്താ, നിങ്ങളുടെ പേര് അത് തെറ്റാതെ നിങ്ങളുടെ ID കാർഡ് നെയിം അതുപോലെ തന്നെ കൊടുക്കുക. ദെൻ അതിന്റെ താഴെ സബ്ജക്റ്റ് ഏതാണ് കൊടുക്കുക. പൊളിറ്റിക്കൽ സയൻസ് ആണെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് എഴുതുക. അതിന്റെ താഴെ നമ്മൾ സബ്ജക്ട് കോഡ് കൊടുക്കുക. പൊളിറ്റിക്കൽ സയൻസിന്റെ സബ്ജക്ട് കോഡ് 317. ഇത് +2 ആണ്. 10ാം ക്ലാസ്സിന്റെ ആണെന്നുണ്ടെങ്കിൽ 200 സ്റ്റാർട്ട് ചെയ്യുക. സോ വൊക്കേഷണൽ അസൈൻമെന്റ് ഉണ്ടാവില്ല. സോ ഞാൻ പറയുന്നത് +2 10ാം ക്ലാസ് നോർമൽ സബ്ജക്ട്സുകളാണ്. ഓക്കെ, സബ്ജക്ട് കോഡ് കൊടുക്കുക. അതിന് താഴെ നമുക്ക് സ്റ്റഡി സെന്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്, നമ്മുടെ NUSന്റെ ID കാർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ ID കാർഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ID കാർഡിന്റെ താഴെ കണ്ടോ, ഇതാണ് സ്റ്റഡി സെന്റർ. ഈ ഒരു ബ്ലൂ കളറിൽ വരുന്നതാണ് നമ്മുടെ അവിടെ സ്റ്റഡി സെന്റർ എഴുതി. ആ സ്റ്റഡി സെന്റർ ആണ്. ആ കോഡ്, സ്റ്റഡി സെന്ററിന്റെ കോഡ് 09007 എന്നുള്ള ആ കോഡൊക്കെ ഓരോരുത്തർക്കും ഓരോ ഡിഫറെന്റ് കോഡ്. ആ കോഡും ആ സ്കൂളിന്റെ ഫുൾ അഡ്രസ്സ്, ആ താഴെ വരുന്ന സ്റ്റഡി സെന്ററിന്റെ ഫുൾ നെയിമിംഗ് അതിൽ എഴുതണം. അതിന്റെ താഴെ നിങ്ങൾ കോഴ്സ് ഇതിന്റെ +2 കുട്ടികളാണെങ്കിൽ സീനിയർ സെക്കൻഡറി എന്നും 10ാം ക്ലാസ് കുട്ടികളാണെങ്കിൽ സെക്കൻഡറി എന്നാണ്. ഓക്കെ, ഇത് ഞാൻ മുമ്പ് നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞതാണ്. സോ ഇങ്ങനെയാണ് നമ്മുടെ ഒരു കുട്ടി ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. അസൈൻമെന്റ് എന്ന് എഴുതി അതിന്റെ താഴെ നിങ്ങൾ അവരുടെ സബ്ജക്ട് എഴുതി. അതിന്റെ താഴെ ഞാൻ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ലപ്പ് ചെയ്യും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും, ഈ TMAയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 ചോദ്യങ്ങളാണ് നമ്മുടെ അസൈൻമെന്റ് ആയിട്ട് വരുന്നത്. 6ാമത്തെ ചോദ്യം നമുക്ക് പ്രൊജക്റ്റ് ആണ്. സോ അസൈൻമെന്റ് എന്ന് എഴുതിയിട്ട് നമ്മൾ 5 ചോദ്യങ്ങൾ എഴുതും. ഇൻഡിവിജ്വൽ ആണ്, പൊളിറ്റിക്സ് മാത്രമാണ്. ഇതേപോലെ നമുക്ക് 5 വിഷയങ്ങളും കാണാം. സോ പൊളിറ്റിക്കൽ സയൻസിന്റെ ഒരു അസൈൻമെന്റ് ആണ് ഞാൻ അവിടെ തന്നിട്ടുള്ളത്. ഇതേപോലെ തന്നെയാണ് സയൻസിന്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതല്ലെങ്കിൽ കൊമേഴ്സിന്റെ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, അല്ലെങ്കിൽ വേറെ ഏത് പേപ്പേഴ്സ് 10ാം ക്ലാസ്സിന്റെ സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുക. സോ അസൈൻമെന്റ് എഴുതുക, അതിൻ്റെതായ ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് പേജ്. ഇനി നമ്മൾ സെക്കൻഡ് പേജിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഈ വിദ്യാർത്ഥി ചെയ്തിട്ടുള്ള എന്താ, ഡയറക്റ്റ് നമ്മളെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അസൈൻമെന്റ് ഞാൻ ഡെമോ തരാൻ കാരണം എന്താ വെച്ചാൽ ഇത് 20ൽ 20 കിട്ടിയതാണ്. ഓക്കെ, 20 ഔട്ട് ഓഫ് 20 കിട്ടിയൊരു വിദ്യാർത്ഥിയുടെ TMA ആണ് ഞാനിവിടെ കാണിക്കുന്നത്. സോ ഇതിൽ കണ്ടോ, നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്. ഇത് നോക്കൂ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്, കാണാൻ നല്ല വൃത്തിയുണ്ട്. കണ്ടോ, ഇത് ബോറടിപ്പിക്കുന്നില്ല, നല്ല രീതിയിൽ. കാരണം അത്ര ഹെവി അച്ചടി ഭാഷ ഒന്നും അല്ലെങ്കിൽ പോലും എഴുതിയതൊക്കെ ഓരോന്നോരോന്ന് തൊടാതെ നമ്മൾ എന്താ പറയുക, അരിമണി പെറുക്കി വെച്ച പോലെ നല്ല വൃത്തിയിലുണ്ട്. ഓക്കെ,
അതേപോലെ ഇവർ ഒരുപാട് കളർഫുൾ ഒന്നും ആക്കാൻ പോയിട്ടില്ല. ക്വസ്റ്റ്യൻ നമ്പർ 1 എടുത്തിട്ട് ഒരേ പെന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നോട് അധികം അടുത്ത കുട്ടികൾ ചോദിച്ച ഡൗട്ട് ആയിരുന്നു പല പല കളർ യൂസ് ചെയ്യുമോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വേണമെങ്കിൽ ചെയ്തു, പക്ഷേ സിമ്പിളായി ചെയ്താലും ഫുൾ മാർക്ക് ലഭിക്കും. വേണമെങ്കിൽ ബ്ലാക്കിൽ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ബ്ലൂ ആൻസർ ചെയ്ത് അതൊക്കെ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ കളർ പെന്നോട് യൂസ് ചെയ്യാൻ പറ്റൊക്കെ ചോദിച്ച കുട്ടികളുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുമ്പോൾ ഫുൾ മാർക്ക് കുട്ടികൾ ഇങ്ങനെ പറഞ്ഞ കുട്ടികൾക്ക് എഴുതുമ്പോൾ ഫുൾ മാർക്ക് നേടിക്കണ്ടിട്ടുണ്ട്. സോ നമ്മളിവിടെ എന്ത് ചെയ്യണം, നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുക, അതിൻ്റെ താഴെ നമ്മൾ ഒന്നാമത്തെ ചോദ്യം ചെയ്താൽ ആ ചോദ്യത്തിന്റെ താഴെ ഓക്കെ ആ ചോദ്യം ഒന്നാമത്തെ ചോദ്യം എഴുതാട്ടെ. ചോദ്യം എന്തായാലും എഴുതണം, ആൻസർ മാത്രം എഴുതിയോണ്ട് കാര്യമില്ല. കാരണം അതിൽ എ പാർട്ടും ബി പാർട്ടും ഉണ്ട്. നിങ്ങൾ ഏത് എടുക്കണം എന്നുള്ളത് നമ്പർ മാത്രം ഇട്ടാൽ പോരാ. ഈ ക്വസ്റ്റ്യൻ നമ്പർ 1 കൊടുത്ത് അതിൻ്റെ താഴെ എ ആണെങ്കിൽ എ കൊടുത്ത് ആ എ ചോദ്യം എന്താണെന്നുള്ള ചോദ്യം ഫുൾ എഴുതി അതിന് താഴെ ആൻസർ എന്ന് എഴുതിയിട്ട് വേണം നമ്മുടെ ആൻസർ കൊടുക്കാൻ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് കൊടുത്ത്. ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെ തീരുകയാണെങ്കിൽ നിങ്ങൾക്ക് തൊട്ട് താഴെ ക്വസ്റ്റ്യൻ നമ്പർ 2 സ്റ്റാർട്ട് ചെയ്യാൻ നോ പ്രോബ്ലം. അതും ചോദ്യം എഴുതിയിട്ട് അതിൻ്റെ ഉത്തരം ആൻസർ എന്ന് പറഞ്ഞ് കൊടുക്കുക. സോ ഇങ്ങനെയാണ് നമ്മൾ 5 അസൈൻമെന്റ്. അപ്പോൾ ഇതിൽ കുട്ടികൾ അടുത്ത് ചോദിച്ചതാണ് പേജ് നമ്പർ എവിടെ നിന്ന് ഇടണം. ഓക്കെ, ഇപ്പോൾ കുട്ടികളോട് ഞാൻ പറഞ്ഞു എങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇതൊരു പേജായിട്ട് കൂട്ടുന്നുണ്ട് കണക്കാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് 2, 3 ഇവിടെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, 2, 3 അങ്ങനെ തുടങ്ങിയാൽ മതി. അതല്ല ഇത് നിങ്ങൾ കൂട്ടുന്നില്ല എന്നാണെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് 1, 2, 3 ഇട്ടാൽ മതി. അത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഓർഡർ ആയിരിക്കണം, 1, 10, 8, 6 അങ്ങനെ വരരുത്, ഒരു ഓർഡറിൽ പോകണം. ഓക്കെ, സോ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഇവിടെ ഇപ്പോൾ ക്ലിയർ ചെയ്യുന്ന ഡൗട്ട്സ് എന്നത് എന്നോട് കമൻറ്റിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ ഇത് റിപ്ലൈ ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. സോ ആ റിപ്ലൈ ചെയ്ത കമൻറ്റ്സുകളൊക്കെ വെച്ചിട്ടാണ് ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളെ പേജ് നമ്പർ അങ്ങനെ കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കൊടുത്തു, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതി, നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതി. നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കണ്ടോ, ഇതാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഇത് മാർക്ക് ഇങ്ങനെ കൂടുമ്പോൾ വേർഡിന്റെ ലിമിറ്റും കൂടും. ആ വേർഡ് ലിമിറ്റിൽ തന്നെ നമ്മൾ എഴുതണം. ഓക്കെ, ഇപ്പൊ 300 വേർഡ്സ് എഴുതാണെങ്കിൽ 300 വേർഡ്സ്, 150 150, 400 400, 550 550, എത്ര വേർഡ്സിൽ എഴുതണം ചോദ്യത്തിലുണ്ട്. സോ ആ വേർഡ്സ് തന്നെ നമ്മൾ എഴുതാൻ ശ്രമിക്കണം. ഓക്കെ, സോ ഇവിടെ ബാസ് സ്റ്റഡി സെന്റർ കുട്ടികൾക്കും അതേപോലെ നമ്മുടെ എല്ലാ കുട്ടികൾക്കും ഞാൻ ആ ഒരു ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ചോദ്യത്തിനും ഉത്തരങ്ങളുണ്ട്. അതൊക്കെ ഞാൻ കറക്റ്റ് കണ്ടന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എഴുതി കുട്ടികൾക്ക് ഫുൾ മാർക്ക് ലഭിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് അങ്ങനെ തന്നെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ അവിടുന്ന് ഇവിടെ ഇൻഫർമേഷൻ എടുത്ത് ഏതെങ്കിലുമൊക്കെ എഴുതിയിട്ട് തെറ്റുത്തരം എഴുതി കൊടുക്കരുത്, മാർക്ക് പോകും. കാരണം ഇപ്രാവശ്യം നല്ല മോണിറ്ററിംഗ് ഉണ്ടായിരിക്കും. സോ അവിടെ അവർ നോക്കുമ്പോൾ നമ്മുടെ മാർക്ക് പോകരുത്. 20-20 നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്ക് നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ അസൈൻമെന്റ് മാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം എങ്ങനെയാണ് ഇതിന്റെ മാർക്ക് കാൽക്കുലേഷൻസ് ഒക്കെ. സോ അഞ്ചാമത്തെ ചോദ്യം ഇതാണ്, അതിന്റെ ഉത്തരങ്ങൾ ഇതാണ്. എത്ര വരെ എഴുതിയിട്ടുണ്ട്. അഞ്ചാമത്തെ കഴിഞ്ഞിട്ട് ആ കുട്ടി ഇവിടെ ജസ്റ്റ് ഒരു വരെ ഇട്ടു, സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ലൈൻ ടു സ്റ്റോപ്പ് ചെയ്തു. 5 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി ആ കുട്ടി അടുത്ത പേജിൽ കൊടുത്തിട്ട് നോക്കൂ, പ്രൊജക്ട്. പിന്നെ അവിടെ എന്ത് ചെയ്യേണ്ട, ബേസിക് ഡീറ്റെയിൽസ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പ്രൊജക്ട് മാത്രമേ ചെയ്ത്. കാരണം 6ാമത്തെ ചോദ്യം നമുക്ക് പ്രൊജക്ട് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഈ പ്രൊജക്ട് വരിക. സോ ഒരു പ്രൊജക്ട് എന്നുള്ള ഒരു പേജ്, അതിനോട് പേജ് നമ്പർ ആ കുട്ടി കണക്കാക്കിയിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ കൊടുത്തു. അതിനുശേഷം അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 6 എഴുതിയിട്ട് നമ്മുടെ പ്രൊജക്ട് ഇതാ, ഐഡന്റിഫൈ ആൻഡ് അക്കൗണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ അവയർനെസ് ഓഫ് ദ പീപ്പിൾ ഡിസ്കസ് വിത്ത് അറ്റ്ലീസ്റ്റ് 20%. ഇതൊരു പ്രൊജക്ട് ആണ്. സോ ഈ പ്രൊജക്ട് ആ കുട്ടി എഴുതി, അതിന്റെ ചോദ്യം അതിന്റെ ഉത്തരവ് എഴുതി. ഇതാ ആ പ്രൊജക്ട് ഒരു ടേബിൾ ഫില്ല് ചെയ്യാൻ ഒരു കോളം ഉണ്ടാക്കുക. 20 ആളുകളോട് സർവേ ചെയ്തിട്ട് ഒരു കോളം പ്രിപ്പയർ ചെയ്യാനുള്ള കോളാണ് പ്രിപ്പയർ ചെയ്ത് കാണുന്നത്. സോ ഇതാണ് നമ്മുടെ പ്രൊജക്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇതാണ് പൊളിറ്റിക്കൽ സയൻസ്. ഇത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും 20 മാർക്ക്, 20 മാർക്സ്, 20 ഔട്ട് ഓഫ് 20 മാർക്സ്. ഇതേപോലെ ചെയ്യണം. ഓക്കെ, ഇത് ഞാൻ നിങ്ങളോട് കറക്റ്റ് ആൻസർ ചെയ്തതെന്ന് പറയാമെന്ന് വെച്ചാൽ മുമ്പ് ആദ്യമൊക്കെ ഒരു 2 വർഷം മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അസൈൻമെന്റ് എഴുതിയിട്ട് സ്റ്റഡി സെന്ററിൽ കൊണ്ട് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ പ്രശ്നമല്ല, അവരത് വെറുതെ നോക്കിയിട്ട് മാർക്ക് ഇട്ടു. ഇപ്പം അങ്ങനെയല്ല, ഇതൊക്കെ മോണിറ്ററിംഗിൽ ഉണ്ടാവും. അതായത് നമുക്ക് വീണ്ടും ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ തന്നെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രിവ്യൂ ചെക്ക് ചെയ്യാനൊക്കെ പറ്റും. പിന്നീട് നമുക്ക് നമ്മുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കാണാൻ പറ്റും. സോ നമ്മൾ ഇത് എഴുതിയാൽ മാത്രം പോരാ, ഇത് എങ്ങനെ സ്കാൻ ചെയ്യണം, ഇത് എങ്ങനെ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരും. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വീഡിയോ ആണ് മക്കളെ. ഒക്ടോബർ ബാച്ചിൽ രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, നിർബന്ധമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഇപ്രാവശ്യം രജിസ്റ്റർ ചെയ്ത് പക്ഷേ TMA എഴുതുന്നില്ല, അടുത്ത പ്രാവശ്യം TMA എക്സാം എഴുതുന്നില്ല, അടുത്ത പ്രാവശ്യം TMA എഴുതാന്നുള്ള മൈൻഡ് ഉണ്ടാവും. അത് മണ്ടത്തരാണ്. രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ TMA പ്രാവശ്യം വെക്കണം. എക്സാം എഴുതിയില്ലേ വേണ്ട, അടുത്ത പ്രാവശ്യം എഴുതാം. പക്ഷേ TMA പ്രാവശ്യം എഴുതിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ ഒരു പേപ്പറിന് 1600 രൂപ വെച്ചിട്ട് നിങ്ങൾ ഫൈൻ അടക്കേണ്ടി വരും. ഓക്കെ, അപ്ലൈ ചെയ്യേണ്ടി വരും TMAക്ക് വേണ്ടിയിട്ട്. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, നിങ്ങൾ TMAക്ക് പ്രാവശ്യം തന്നെ വെച്ചോളൂ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പൊളിറ്റിക്സിന്റെ ഒരു അസൈൻമെന്റ്. പിന്നെ എന്നോട് കുട്ടികൾ ചോദിച്ചാൽ അടുത്തൊരു ഡൗട്ട് ആയിരുന്നു, മലയാളത്തിൽ എഴുതാൻ പറ്റുമോ? മലയാളത്തിൽ എഴുതേണ്ട, ഇംഗ്ലീഷിൽ എഴുതിയാൽ മതി. ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ഞാൻ ഇംഗ്ലീഷിലാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇംഗ്ലീഷിൽ തന്നെ എഴുതാം. ഓക്കെ, ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ മാർക്ക് വേണ്ടേ? സോ അത് പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ മലയാളത്തിൽ എഴുതിക്കോ, പൊളിറ്റിക്സ് ഒക്കെ മലയാളത്തിൽ എഴുതിക്കോ, നോ പ്രോബ്ലം. അല്ലെങ്കിൽ എല്ലാ പേപ്പേഴ്സും മലയാളത്തിൽ എഴുതിക്കോ, നോ പ്രോബ്ലം. ഇംഗ്ലീഷ് ഒഴികെ. ഓക്കെ, ഇംഗ്ലീഷ് മലയാളത്തിൽ എഴുതരുത്, ബാക്കിയുള്ള പേപ്പേഴ്സ് എഴുതിക്കോ. പക്ഷേ അസൈൻമെന്റ് എഴുതുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം എഴുതുക. കാരണം നമുക്ക് അവിടെ മീഡിയം ഉണ്ടാവും. നമ്മൾ ആ മീഡിയം സബ്മിറ്റ് ചെയ്യുമ്പോൾ ചൂസ് ചെയ്യണം. സോ ഇംഗ്ലീഷ് മീഡിയമായിട്ട് കൊടുക്കുക. ഇംഗ്ലീഷ് മീഡിയത്തിൽ കൊടുത്തോളൂ കേട്ടോ. ഇംഗ്ലീഷും ഹിന്ദി മീഡിയം മാത്രമേ +2 അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതേപോലെ ഇംഗ്ലീഷിന്റെ അസൈൻമെന്റ് ഇതൊക്കെ തന്നെ സെയിമാ, ഒക്കെ ഒരേ പാറ്റേണാ അസൈൻമെന്റ്സ്. പിന്നെ ഈ പറഞ്ഞ ഫോർമാറ്റിൽ തന്നെയാണ് വരുന്നത്, അതിൽ മാറ്റങ്ങളൊന്നുമില്ല. ഈ മലയാളത്തിന്റെ അസൈൻമെന്റ് എഴുതുമ്പോൾ അത് മലയാളത്തിൽ തന്നെ എഴുതുക, ഹിന്ദി ആണെങ്കിൽ ഹിന്ദിയിൽ എഴുതുക, അറബിയിൽ എഴുതുക. അത് സാർ ഇംഗ്ലീഷ് എഴുതാൻ പറഞ്ഞാൽ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. സോ അസൈൻമെന്റ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളൊരു ഡെമോൺസ്ട്രേഷൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. സോ ഇങ്ങനെയാണ് നിങ്ങൾ എഴുതുന്നത്. നല്ല ഹാൻഡ് റൈറ്റിംഗ് വേണം.
ഞാൻ പറഞ്ഞല്ലോ നല്ല ഹാൻഡ് റിട്ടൺ അസൈൻമെന്റ് ആൻഡ് പ്രൊജക്റ്റ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. സോ അവിടെ നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല വൃത്തി വേണം, നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ടൈഡി ആയിരിക്കണം നമ്മുടെ ആൻസർ ഷീറ്റ്, A4 ഷീറ്റ്. ഓക്കെ, സോ നിങ്ങൾ ജെല്ലോണ്ട് എഴുതിയിട്ട് അപ്പുറപ്പുറമൊക്കെ പതിഞ്ഞ് സ്കാൻ ചെയ്യുന്ന സമയത്ത് ആകെ പരന്ന് ഒരു മാതിരി വൃത്തിയുടെ ആവരുത്, നല്ല ബോൾ പെന്നോണ്ട് എഴുതിയാൽ നല്ല സ്കാൻ ചെയ്യാൻ നല്ല വൃത്തി വേണം. ഓക്കെ, സോ ഹാൻഡ് റിട്ടൺ അസൈൻമെന്റ് ആവണം. ഇത് അസൈൻമെന്റ് ഒന്നും കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്ത് നിങ്ങൾ പ്രിന്റ് എടുത്ത് കൊടുക്കരുത് മക്കളെ, പ്രത്യേകം പറയാണ്, നിങ്ങളെ കൈപ്പടിയിൽ എഴുതിയ അസൈൻമെന്റ് തന്നെ ആയിരിക്കണം. ഓക്കെ, സോ ഹാൻഡ് റിട്ടൺ അസൈൻമെന്റ് ആണ് ന്യൂസ് പ്രിഫർ ചെയ്യുന്നത്, അതിനാണ് ഫുൾ മാർക്ക് നമുക്ക് ലഭിക്കുക. രണ്ടാമത് നമ്മൾ നോക്കേണ്ട കാര്യം സ്കാനിങ് ആണ്. എങ്ങനെയാണ് നമ്മൾ ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സ്കാൻ ചെയ്യുമ്പോൾ എനിക്കറിയാം ഒരുപാട് പേർക്കൊന്നും മൊബൈൽ ഫോൺ ശരിക്കും ഉപയോഗിക്കാൻ അറിയാത്ത ആളുകൾ ഇതിലുണ്ടാവും, കാരണം ഏജ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. എന്നാൽ ഞാൻ അങ്ങനെ എല്ലാവരും അങ്ങനെ പറയുന്നില്ല, എനിക്കൊന്ന് ഒരു 80% ആളുകൾക്ക് ഇന്ന് മൊബൈൽ ഫോണും ഒക്കെ അറിയുന്നുണ്ടാവും. പക്ഷേ സ്കാൻ ചെയ്യാനോ PDF ആക്കാനോ അത്ര നന്നായിട്ട് അറിയുന്ന ആളുകൾക്ക് പോലും ചിലപ്പോൾ തെറ്റ് പറ്റാറുണ്ട്. ഓക്കെ, ഞാനൊരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞു തരാണ്, നമ്മൾ ഒരിക്കലും ഇതിൽ തെറ്റ് വരുത്തരുത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു അസൈൻമെന്റ് ഞാൻ സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഓരോരോ പിന്നടിക്കണ്ട, നിങ്ങൾ ആദ്യം ഓരോന്ന് സ്കാൻ ചെയ്യുക. ഒരു പേജ് സ്കാൻ ചെയ്യുക, എന്നിട്ട് അതിന്റെ തൊട്ടപ്പുറത്ത് പേജ് നമ്പർ 2, തൊട്ടപ്പുറത്ത് പേജ് നമ്പർ 3, ഇങ്ങനെ ഒരു ഓർഡറിൽ വേണം നിങ്ങൾ സ്കാൻ ചെയ്യാൻ. ഓക്കെ, ഇത് ഒന്നാമത്തെ പേജ് കൊടുത്തിട്ട് മൂന്നാമത്തെ, നാലാമത്തെ, 5. അപ്പോൾ നിങ്ങൾ സ്കാൻ ചെയ്ത PDF നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 1 മുതൽ 10 വരെ 15 വരെ കറക്റ്റ് ഓർഡർ തന്നെ അല്ലേ ഈ പേജുകളൊക്കെ സ്കാൻ ആയിക്കണം എന്നുള്ളത് ചെക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് മാത്രമേ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ മക്കളെ, വെറുതെ എന്തെങ്കിലും കാണിച്ചിട്ട് സബ്മിറ്റ് ചെയ്യരുത്. ഓക്കെ, ചില കുട്ടികളൊക്കെ A4 പോലും എഴുതാതൊക്കെ സബ്മിറ്റ് ചെയ്യണം, അതിനൊന്നും മാർക്ക് കിട്ടൂല, 13, 12 മാർക്കേ കിട്ടുള്ളൂ. സോ നമ്മൾ വൃത്തി ചെയ്യണത് നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്, നമുക്കതിന് മാർക്കുകളുണ്ട്. സോ ഈ 20 മാർക്ക് നമുക്ക് നഷ്ടപ്പെട്ടു പോകരുത്. ഓക്കെ, സോ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഇതാ ഞാനിവിടെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു തരുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾ ഓരോ പേജും ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്യുക. ഫോട്ടോ ക്യാം സ്കാനർ എന്നുള്ള ആപ്പൊക്കെ അവൈലബിൾ ആണ്. സോ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഇതിങ്ങനെ മൊബൈൽ ക്യാമറ നല്ല ക്ലാരിറ്റിയുള്ള ഫോൺ ആണെങ്കിൽ അതിൽ തന്നെ നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. ഫോട്ടോ എടുത്തിട്ട് അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ കണ്ടോ ഇവിടെ വരുന്ന പോലെ ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം മെർജ് ചെയ്തിട്ട് ഒരു PDF ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, ഇനി ഇതിന് എനിക്ക് കഴിയൂല എന്ന് ഉറപ്പുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കണം, പോയിട്ട് ഒരു അക്ഷയയിലോ അല്ലെങ്കിൽ ഒരു ഇന്റർനെറ്റ് കാഫിയിലോ പോയിട്ട് ചെയ്യുക, അവർ നിങ്ങൾക്ക് ചെയ്തു തരും. ഓക്കെ, നമുക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വേഗം ചെയ്തോളൂ. ഇപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ, വീട്ടിൽ നിന്ന് ചെയ്യും, പക്ഷേ വൃത്തി വേണം. ഓക്കെ, നമ്മൾ അപ്പുറത്ത് ചായയും ബിസ്ക്കറ്റും കഴിച്ചതിന്റെ വേസ്റ്റ് ഒന്നും ഇതിൽ വരാൻ പാടില്ല, ഇത് വൃത്തി തന്നെ കൊടുക്കണം. ഞാനത് പറയുന്നത് അങ്ങനെ കണ്ടിട്ടുണ്ട്. സോ അത് വരാൻ പാടില്ല, നമ്മളതിന്റെ വൃത്തി, അതിന്റെ ഒരു ക്വാളിറ്റി തന്നെ നമ്മൾ കൊടുക്കണം. സോ നിങ്ങളുടെ മൊബൈൽ ഫോൺ നല്ല സ്പെക്കൊക്കെ ഉള്ള ഫോണാണ്, നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളൊക്കെ ഉണ്ടായിരിക്കും, അവരൊക്കെ മൊബൈൽ ഫോൺ നന്നായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി. ഇതിന് സ്കാൻ ചെയ്യാനൊക്കെ ഒരു പേജിന് 10 രൂപയൊക്കെ കൊടുക്കണം, അപ്പോൾ നല്ല എമൗണ്ട് വരും. അങ്ങനെ വേണ്ട, അങ്ങനെയാണ് നിങ്ങൾക്ക് മൊബൈൽ എടുത്ത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വീഡിയോ, ഈ ഡെമോൺസ്ട്രേഷൻ നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഇതുപോലെ നിങ്ങൾ ചെയ്യാം. ഓക്കെ, അതല്ല നിങ്ങൾ ഇന്റർനെറ്റ് കഫയിലോ അല്ലെങ്കിൽ പോയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ കറക്റ്റ് ചെയ്തു തരും. ഇതാണ് സ്കാനിങ്. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ 5 MB സൈസിന്റെ മുകളിൽ ഫയൽ, ഒരു ഫയൽ 10 MB 20 MB ആയാൽ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. 5 MB സൈസിന്റെ ഉള്ളിലായിരിക്കണം ഫയൽ, 5 MB ക്കുള്ളിലായിരിക്കണം ഇതിന്റെ സൈസ്. 1 MB 2 MB ആ റേഞ്ചിലേ ആവാൻ പാടുള്ളൂ. ഒരു 1 MB പിടിച്ചാൽ മതി, എന്നാൽ തന്നെ നല്ല ക്ലിയർ ഉണ്ടാവും. സോ സ്കാൻ ചെയ്യണം എന്ന് വിത്തിൻ ദ 5 MB സൈസ്. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ പ്രിവ്യൂ കൊടുക്കണം. അപ്പോൾ നമുക്ക് അവിടെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഹിന്ദി മീഡിയം, ഇംഗ്ലീഷ് മീഡിയം എന്നുണ്ടാവും. പൊളിറ്റിക്സ് ആണ് നമ്മൾ ഇംഗ്ലീഷിൽ എടുക്കുക, ഹിന്ദി മീഡിയം നമുക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് ഹിന്ദി മീഡിയം വരുന്നത്, നമുക്ക് ഫുൾ ഇംഗ്ലീഷ് മീഡിയം വരുന്നത്. മലയാളം അറബിക് ആണെങ്കിൽ മാത്രം നമുക്ക് ആ മീഡിയത്തിൽ മാറ്റം വരിക. ഓക്കെ, ബാക്കിയൊക്കെ നമ്മൾ അത് കൊടുക്കണ്ടേ. 10ാം ക്ലാസ് കുട്ടികളാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് മീഡിയം ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ബാസിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഈ കാര്യങ്ങളൊക്കെ നമ്മളാ ചെയ്യും. നിങ്ങൾ ഈ PDF ആക്കി 5 MB ക്കുള്ളിലാക്കി തന്നാൽ മാത്രം മതി, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളാ ചെയ്യുന്നത്. കാരണം നമ്മുടെ ബാസിൽ നമ്മളൊരു കുട്ടി അസൈൻമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അധ്യാപകർ ഒന്ന് ചെക്ക് ചെയ്യും, ആ കുട്ടിക്ക് 20 മാർക്ക് കിട്ടാൻ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളത് കറക്ഷൻ കൊടുക്കും. അതിനാണ് നമ്മൾ അസൈൻമെന്റും ലാസ്റ്റിലോട്ട് വെയിറ്റ് ചെയ്ത് അറിയുന്നത്. ഇപ്പോൾ കുട്ടികളൊക്കെ തരൽ തുടങ്ങി, എല്ലാവരും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ജൂലൈ ഒരു 15ാം തീയതി വരെ നമ്മൾ എടുക്കത്തുള്ളൂ. 15ാം തീയതിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ സബ്മിറ്റ് ചെയ്യുക. കാരണം നമുക്ക് പിന്നെ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല, ഇത്ര കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ്. സോ നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ അസൈൻമെന്റ് ഒക്കെ വേഗം എഴുതിയിട്ട് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ കൊടുത്താൽ നമ്മളിവിടുന്ന് ചെക്ക് ചെയ്ത്, ടീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്തിട്ടാണ് നമ്മളിവിടുന്ന് തെറ്റുകളൊന്നുമില്ല ഉറപ്പ് വരുത്തിയിട്ടാണ് സബ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബാസ് സ്റ്റഡി സെന്ററിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ പറഞ്ഞ പ്രിവ്യൂ ചെക്കും സ്റ്റാറ്റസ് ഒക്കെ നമ്മൾ തന്നെ എടുത്തു കൊടുക്കണം. അപ്ലോഡിംഗ് ഒക്കെ നമ്മൾ ചെയ്യുന്നത്, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കത്തില്ല. കാരണം നിങ്ങൾ ചെയ്ത് തെറ്റിക്കഴിഞ്ഞാൽ മാർക്ക് പോകും. നമ്മുടെ ബാസിന്റെ ടീം ഉണ്ടായിരിക്കും, നമ്മൾ ചെയ്യും. ഓക്കെ, അതല്ലാതെ എൻ്റെ വീഡിയോ കാണുന്ന കുട്ടികളൊക്കെ മക്കളത് ശ്രദ്ധിച്ച്, ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ശ്രദ്ധിച്ച് ചെയ്യുക. ഓക്കെ, അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് പ്രിവ്യൂ ചെക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ഫയൽ അപ്ലോഡ് ചെയ്ത സമയത്ത് തന്നെ നമുക്കിത് കറക്റ്റ് അല്ലേ കൊടുത്തിരിക്കുന്നത്, ഇത് തെറ്റുകളൊന്നും ഇല്ലല്ലോ എന്നുള്ള ജസ്റ്റ് ഒരു ഒറ്റ നോട്ടത്തിൽ നോക്കുക. തെറ്റൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, സബ്മിറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് 5 മിനിറ്റ് 10 മിനിറ്റ് ഉള്ളിൽ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ആ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തെറ്റ് വരുത്തരുത്, ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല, തെറ്റ് വരുത്തരുത്, നന്നായിട്ട് കെയർഫുൾ ആയിട്ട് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് നോക്കുക. ഓക്കെ, നമ്മുടെ അസൈൻമെന്റ് അലൊക്കേഷൻ പെൻഡിങ്ങോ അല്ലെങ്കിൽ നമ്മൾ വെരിഫിക്കേഷൻ പ്രോഗ്രസ്സോ
അലോക്കേറ്റഡ് ഒക്കെ ആയിരിക്കും കാണിക്കുന്നുണ്ടാവും, ഡിഫറെൻറ്റ് സ്റ്റാറ്റസ് ആയിരിക്കും. സോ പിന്നെ TMAയുടെ മാർക്ക് നമുക്കതിൽ കാണാൻ പറ്റും. മാർക്ക് മാത്രമല്ല അവിടെ ഇവാലുവേറ്റേഴ്സിന്റെ ഫീഡ്ബാക്ക് ഉണ്ടാവും. ഫീഡ്ബാക്കിൽ അവർ 20 മാർക്ക് എന്നിട്ട് പറയും ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പോരാ എന്നുണ്ടെങ്കിൽ പോരാന്ന് തന്നെ പറയും. മാർക്ക് കുറച്ചിട്ട് അവർ പറയും ഇതിൽ കോപ്പി അടിച്ചതാണ് അല്ലെങ്കിൽ ഇതിൽ ആൻസർ തെറ്റാണെന്നൊക്കെ പറഞ്ഞാൽ അവർ കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ അസൈൻമെന്റ് വെക്കുന്നത് കറക്റ്റ് ആൻസർ ആയിരിക്കണം. നല്ല ഫുൾ മാർക്ക് 20 out of 20 കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ അസൈൻമെന്റ് വെക്കുന്നത്. സോ അത് ശ്രദ്ധിക്കുക. സോ അസൈൻമെന്റ് ഞാൻ ഈ പറഞ്ഞ ഫോർം എത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ട് നിങ്ങൾ തെറ്റ് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് പേര് ഒരാളുടെ ഹെൽപ്പും സപ്പോർട്ടൊന്നും ഇല്ലാതെയായിരിക്കും നിങ്ങൾ ഈ ഒരു കോഴ്സ് പഠിക്കുന്നുണ്ടാവുക. അതിനാണ് ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരും മക്കളെ. നമ്മുടെ ബാസ് സ്റ്റഡീസിന്റെ ടെലഗ്രാം ഗ്രൂപ്പിന് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ അസിസ്റ്റൻസും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ത്രൂ ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് അതിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ ബാസിന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരു വീഡിയോ നമ്മൾ പറഞ്ഞത് TMA ഫുൾ ഡെമോൺസ്ട്രേഷൻ ആണ്. TMA ഇനി എങ്ങനെ വെക്കണം, സ്കാൻ ചെയ്യണം, എങ്ങനെ സബ്മിറ്റ് ചെയ്യണം, ഫുൾ മാർക്ക് എങ്ങനെ നേടണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ബാസിന്റെ കുട്ടികളായി നിങ്ങൾ. സോ ബാസിന്റെ കുട്ടികൾക്ക് 20ൽ 20 കിട്ടണം. മാർക്ക് ഒന്നും നമ്മൾ ആർക്കും വിട്ടുകൊടുക്കുക. നമ്മുടെ മാർക്കാണ് നമ്മൾ ഫുൾ ആയിട്ട് നേടും എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ട് ഇന്നത്തെ വീഡിയോ അവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു. ഇവിടെ ഞാൻ പ്ലേ സ്റ്റോറിലാണ് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ പ്ലേ സ്റ്റോർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ആവും. സോ പ്ലേ സ്റ്റോറിൽ നമ്മൾ ഡോക്യുമെന്റ് സ്കാനർ അതല്ലെങ്കിൽ ക്യാം സ്കാനർ ഒക്കെ പോലുള്ള ആപ്പ് സെർച്ച് ചെയ്യാണ്. സോ ആ ആപ്പ് നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ ഓൾറെഡി ഞാനിത് ഡൗൺലോഡ് ചെയ്ത് വെച്ചത് കൊണ്ട് ഇതിൽ ഓപ്പൺ ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ ആദ്യമായിട്ട് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇൻസ്റ്റാൾ ഉണ്ടാവും. സോ ആ ഇൻസ്റ്റാൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ആയതിനു ശേഷം നിങ്ങൾ ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ TMA വർക്കെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ആ ഫോൾഡറിന് നെയിം കൊടുക്കുമ്പോൾ നിങ്ങൾ ഓരോ സബ്ജക്റ്റിനും ഓരോ ഫോൾഡർ വേണമെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. നമുക്ക് തെറ്റിപ്പോകാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ 6 വിഷയങ്ങൾ 5 വിഷയങ്ങളൊക്കെ എടുത്ത കുട്ടികളാവുമ്പോൾ അവർക്ക് ഒരിക്കലും ഈ പറഞ്ഞ ഫോൾഡറുകൾ തമ്മിൽ മാറിയിട്ട് കൺഫ്യൂഷൻ ആവാൻ പാടില്ല. സോ നിങ്ങൾ പേര് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ കണ്ടോ നിങ്ങൾ ക്രിയേറ്റ് ഫോൾഡർ എന്നുള്ളിടത്ത് നമുക്ക് ഫോൾഡർ നെയിം കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ TMA വർക്ക് മലയാളം എന്നാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ പേര് XYZ അതിന്റെ കൂടെ മലയാളം അങ്ങനെ പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഫോൾഡറിന്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ നിങ്ങളുടെ അസൈൻമെന്റ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ നിങ്ങൾ സ്കാൻ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ കണ്ടോ ട്രൈ എ ഡോക്യുമെന്റ് എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. സോ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്യാമറ എന്നുള്ളൊരു ഓപ്ഷനും അതുപോലെ തന്നെ ഫോട്ടോസ് എന്നുള്ളൊരു ഓപ്ഷൻ. ഇപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ക്യാമറ എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോട്ടോസ് ഒക്കെ നല്ല രീതിയിൽ നിങ്ങളുടെ നല്ല ക്യാമറ വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് ഗാലറിയിലാക്കിയിട്ട് ശേഷം ഇവിടെ ഫോട്ടോസ് എന്നുള്ള ആരോ മാർക്കിൽ നിങ്ങൾക്ക് അവിടെ ആ ഫോട്ടോസ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് സ്പോട്ടിൽ ക്യാമറ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഓൺ ആക്കിയതിനു ശേഷം നിങ്ങൾ ക്യാമറ ഓൺ ചെയ്താൽ നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ ഓരോരോ ഫയലും ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഞാൻ ഓൾറെഡി ഇത് ഫോട്ടോ എടുത്ത് വെച്ച ഫയലാണ്. സോ ഇത് ഗാലറിയിൽ വന്നിട്ടുണ്ട്. സോ ഗാലറിയിൽ ഏതൊക്കെയാണ് ഫയൽ തെറ്റാതെ ആ നമ്പേഴ്സ് തെറ്റാതെ 1 2 3 4 എന്നുള്ള പാറ്റേണിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അത് അപ്ലോഡ് ചെയ്യാം. ടിക്ക് ചെയ്തിട്ട് അതിനെ ഞാൻ ഇമ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സോ അതിവിടെ ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഉണ്ടോ, ഇമ്പോർട്ട് ആവുമ്പോഴാണ് നമ്മളവിടെ ഡൺ കൊടുക്കുമ്പോഴാണ് ഇമ്പോർട്ട് ആവുന്നത്. ഡൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു PDF പാറ്റേണിൽ നമുക്ക് വരും. പക്ഷേ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് അറിയാം സൈഡിലൊക്കെ തെറ്റിപ്പോവാൻ കട്ട് ചെയ്ത് പോകാനൊക്കെയുള്ള സാധ്യത. മാത്രമല്ല നമ്മുടെ ക്യാമറയിൽ എടുക്കുമ്പോൾ അതൊരു റിയാലിറ്റി. നമ്മൾ എപ്പോഴും ഒരു ഡോക്യുമെന്റ് സ്കാൻ ചെയ്യാന്ന് പറയുമ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വരുമ്പോൾ അപ്പോഴാണ് ഒരു സ്കാനിങ് ഫീൽ കിട്ടുക. സോ അപ്പോൾ അതിനുള്ള ഓപ്ഷനും ഈ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ക്രോപ്പ് ചെയ്യുക. നിങ്ങൾക്ക് എത്രയാണോ സ്പേസ് വേണ്ടത് കറക്റ്റ് ആ ബൗണ്ടറി 4 ബൗണ്ടറി നിങ്ങൾ കറക്റ്റ് ആ ഒരു ബൗണ്ടറിക്കുള്ളിൽ മാത്രം ഏരിയ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് അവിടെ കണ്ടോ ഇത് കറക്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യുക. എത്ര ഏരിയ ആണ് നമുക്ക് വേണ്ടത് അവിടെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഓരോ പേജും, ഇപ്പോൾ ഇതിൽ 7 പേജസ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഈ 7 പേജും കറക്റ്റ് ബൗണ്ടറി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, കറക്റ്റ് ബൗണ്ടറി ചെയ്തിട്ട് ഡൺ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കിട്ടുന്നുണ്ട്. ഈ ഗ്രീൻ ടിക്ക് മാർക്ക് ചെയ്യുമ്പോൾ അത് സേവ് ആയി വരും. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഈ ഒരു പാറ്റേൺ നോക്കുക. അപ്പൊ ഞാൻ ചെയ്തു വെച്ച കണ്ടോ അസൈൻമെന്റ് മലയാളം ഫസ്റ്റ് കിട്ടി. അതിനുശേഷം നമ്മളത് സേവ് ചെയ്ത് കഴിഞ്ഞു. സേവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഡോക് സ്കാനർ എന്നുള്ള ഒരു പേരിലാണ് ഇത് കിടക്കുന്നത്. അത് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പേരും നമ്മുടെ സബ്ജക്റ്റും ആക്കിയിട്ട് റീനെയിം ചെയ്യാം. ആ 3 ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ റീനെയിം എന്നുള്ളൊരു ഓപ്ഷൻ അല്ലെങ്കിൽ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. സോ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് മാറ്റിയെടുക്കാം. മാത്രമല്ല ഇതിൽ തന്നെ നമുക്ക് PDF ആയിട്ടോ അതല്ലെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. PDF നേരിട്ട് നമ്മുടെ വാട്സപ്പിലോ നമ്മൾ എങ്ങോട്ടാണോ ഷെയർ ചെയ്തെടുക്കുന്നത് അവിടെ നമുക്ക് ഷെയർ ചെയ്യാം. നമുക്ക് ഏറ്റവും നല്ലത് ഗാലറിയിൽ ഒരു PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഒരു പക്ഷേ നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആ PDF-ന്റെ സൈസ് നമ്മൾ പറഞ്ഞത് 5 MB-ക്കുള്ളിലാണ്. 5 MB-ക്കുള്ളിൽ തന്നെ ഇത് ഡൗൺലോഡ് ആവണം. അതിന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് റെഡ്യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ നോക്കുക, നിങ്ങൾക്കിപ്പോൾ ഞാനിവിടെ ചെയ്ത 7 ഫയലിന് ആകെ 564 KB സൈസ്, അതായത് 1 MB-ക്ക് താഴെയാണ് സൈസ് വരുന്നത്. സോ നോ പ്രോബ്ലം. ഇപ്പൊ കണ്ടോ TMA വർക്ക് എന്ന് പറഞ്ഞിട്ട് എന്റെ ഫയലിവിടെ സേവ്ഡ് ആയി. സോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ സബ്ജക്റ്റിന്റെ പേരും കൊടുത്തു വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റി പോകാനുള്ള സാധ്യതയില്ല. അങ്ങനെ വേണം നമ്മൾ 6 വിഷയങ്ങളും ചെയ്യാൻ. ഓക്കെ.